മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 24 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മൾ ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത്താഴ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം മനഃപ്പാഠം പഠിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണിത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. യേശു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ? ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, മറിച്ച് കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവിനെന്ന്. നന്ദിയോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ വർത്തമാന, ഭൂത, ഭാവി കാലങ്ങളുടെ സമന്വയം നമുക്ക് കാണാം. വർത്തമാനകാലം, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓരോ ദിവസത്തും ആവശ്യമായിട്ടുള്ള നന്മകൾ കർത്താവേ നീ ഞങ്ങൾക്ക് നൽകണമേ. ആഹാരം എന്നതുകൊണ്ട് അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇന്നിൽ എനിക്ക് എന്തെല്ലാമാണോ ആവശ്യം, ദൈവമേ നീ അത് എനിക്ക് നൽകണമേ. രണ്ടാമതായിട്ട് ഭൂതകാലമാണ്. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്നലകളിൽ ഞാനും എൻ്റെ കുടുംബവും ചെയ്തു പോയ തെറ്റുകൾ, ഇന്നലകളിൽ വന്നുപോയ വീഴ്ചകൾ, ഇന്നലകളിലെ ഞങ്ങളുടെ പോരായ്മകൾ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട് ഭാവി കാലമാണ്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. വരാൻ പോകുന്ന നാളുകളിൽ നീ നൽകുന്ന ഇന്നിൽ നൽകിയ സംരക്ഷണങ്ങൾ, ഇന്നിൽ നൽകിയ നിന്റെ കരുതലുകൾ നാളെയും ഞങ്ങൾക്ക് ഉണ്ടാകണമേ എന്ന എത്രയോ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ദൈവമാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന്. എൻ്റെ നാമമല്ല ദൈവമേ, നിന്റെ നാമം പൂജിതമാകണം. രണ്ടാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ രാജ്യം വരണമേ. എൻ്റെ രാജ്യമല്ല, എൻ്റെ നേട്ടങ്ങളല്ല, എൻ്റേതായിട്ടുള്ള ഒന്നുമല്ല, നിന്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ, എൻ്റെ മനസ്സല്ല, എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ പദ്ധതികളല്ല, എൻ്റെ പദ്ധതികൾ ഞാൻ ആവിഷ്കരിക്കുമ്പോൾ അത് നിന്റെ പദ്ധതികളാക്കി നീ മാറ്റണമേ. അത് നന്മയല്ലാത്തതൊന്നും എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, ചിന്തകളിലേക്ക് ഒരിക്കലും കടന്നു വരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാനെന്ന മനോഭാവം വെടിയുന്നൊരു പ്രാർത്ഥനയാണ്. ഈഗോ, ഞാനെന്ന വ്യക്തി ഈ പ്രാർത്ഥനയുടെ മുമ്പിലില്ല. അവിടുത്തെ ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാനെന്ന ചിന്ത, ഈഗോ വെടിഞ്ഞുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ പൈതൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്ന, സ്വർഗം മുന്നോട്ട് വെച്ച പ്രാർത്ഥന ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയാണ്. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാകരുത്, സമൂഹത്തിനും ദൈവത്തിനു വേണ്ടിയുമായിരിക്കണമെന്ന് ഈ പ്രാർത്ഥന നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലപ്പെടേണ്ട. നമ്മുടെ ആകുലതകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയായിട്ട്, കൃതജ്ഞതയായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ച ഈ ഒരു പ്രാർത്ഥന നിരന്തരമായിട്ട് നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗം എന്നെയും സുഹൃത്തെ നിന്നെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.